നമസ്കാരം. നമ്മൾ വീണ്ടും പാടിയിലെത്തി. ഇഷ്ടം പോലെ നല്ല മൂവാണ്ടൻ മാമ്പഴം പഴുത്ത് കിടക്കും മാവേൽ. അപ്പോൾ നമുക്കിന്ന് പാടിയിൽ നിന്ന് മാമ്പഴം കഴിക്കാം, മാമ്പഴം എല്ലാം പറിച്ചെടുക്കാം. മാങ്ങ പറിക്കുന്നത് ഇതാ ഇങ്ങനെ ഒരു പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാട്ടോ. ഈ സാങ്കേതികവിദ്യ എന്ന് പറയുന്നത് ഇന്ത്യൻ സാങ്കേതികവിദ്യയൊക്കെയാണ്, വിദേശത്ത് ഇറക്കുമതി ചെയ്തൊന്നും അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം പോലും പൊഴിഞ്ഞു പോകാതെ മാമ്പഴം പറിച്ചെടുക്കാം. രാവിലെ തന്നെ പൊഴിഞ്ഞോരം വീണുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് പോകാം. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ മുകളിലാണ് അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത്. അപ്പോൾ ക്യാമറമാൻ ഒരു കാര്യം ചെയ്തിട്ട് മുകളിലേക്ക് കയറട്ടെ. ക്യാമറമാൻ ഭയങ്കര ധൈര്യശാലി കേട്ടോ. പണ്ടൊക്കെ ഈ പെമ്പിള്ളേർ നാഴിയോളം പൊക്കത്തേക്ക് കയറി കഴിഞ്ഞാലേ നാട് മുടിയുന്നൊരു പഴഞ്ഞലുണ്ടായിരുന്നു. അത് പണ്ടത്തെ കാലത്താട്ടോ. ആ കാലമൊക്കെ പോയേ. ഇപ്പോൾ പെൺകുട്ടികൾ ചൊവ്വയിലേക്കാണ് പോകുന്നത്. ആ ചൊവ്വയിലെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർത്തത്, ഈ ചൊവ്വ മാമൻ ഒരുപാട് പെൺപിള്ളേരുടെ കല്യാണം മുടക്കിയ കാലം ഉണ്ടായിരുന്നേ. ഇനി അത് നടക്കില്ല. പിന്നെ അപ്പൻ എന്ന രീതിയിൽ എനിക്ക് ചെറിയ ടെൻഷനുണ്ട്. ഈ പണ്ടാരങ്ങൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാലേ ആർക്കാ പേടിയില്ലാത്തത്? ശരി, എവിടെ അത് മതി വെച്ചേ അപ്പം നമ്മുടെ ക്യാമറമാൻ ഇപ്പോൾ ഒരു 40 അടിയോളം ഉയരത്തിൽ കയറിയിട്ടുണ്ടേ. പണ്ട് മുതലേ ഇങ്ങനെയാണ്, എന്തിനും ധൈര്യമുണ്ട്, ചങ്കൂറ്റം എന്ന് വേണമെങ്കിൽ പറയാട്ടോ. അപ്പം നമ്മുടെ ഇടുക്കി ജില്ലയിലെ പെൺകുട്ടികളെല്ലാം ഇങ്ങനെയായിരിക്കണമെന്നേ. നല്ല മിടുക്കികളാകണം. നമ്മുടെ സ്പോർട്സ് താരങ്ങളൊക്കെ ഇവിടുന്ന് പോയവർ എത്ര മിടുക്കികളാണ്. അപ്പം നിങ്ങളുടെ ജില്ലകളുടെ പെൺ തരുണീമണികളുടെയൊക്കെ അഭിപ്രായങ്ങളും അതുപോലെ അവരുടെ പെർഫോമൻസൊക്കെ നിങ്ങൾ കമൻറ്റിലൊന്ന് എഴുതണേ. ഞാനൊരു തമാശ പറഞ്ഞ കേട്ടോ, ഇനി എന്നെ പൊങ്കാലയിട്ട് കൊല്ലരുത്. ഓക്കെ, ഇപ്രാവശ്യം നമുക്ക് മാങ്ങ വളരെ കുറവാട്ടോ. എന്നാലും നമുക്കാവശ്യമുള്ള മാങ്ങയുണ്ട്, വിൽക്കാനൊന്നുമില്ല. നമ്മുടെ ആവശ്യം ധാരാളം മാങ്ങയത്തേന്ന് ഈ മാവിൽ കിട്ടും. നിറച്ച് പൂത്തതാണ്, പക്ഷേ എല്ലാം പൊഴിഞ്ഞു പോയി, ചൂട് കാരണം പൊഴിഞ്ഞു പോയതാണേ. അപ്പോൾ നമുക്ക് ഉന്നതങ്ങളിലേക്ക് പോകാം. വലിയ മാവാണ്. നമ്മൾ നേരത്തെ ഒരു ഏണി വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് നമുക്ക് കയറിപ്പോകാൻ തൽക്കാലം ചെറിയ എളുപ്പമൊക്കെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഒരു കമ്പൊക്കെ ഉണ്ടാവും. അതിൽ നീ എവിടെ പോണേ? മാങ്ങ തല വീഴരുത് കേട്ടോ. ആ, അപ്പോൾ ഇതാണ് നമ്മുടെ തോട്ടി. ഇതൊരു ഇന്ത്യൻ സാങ്കേതികവിദ്യ അല്ലെങ്കിൽ ജർമ്മൻ സാങ്കേതികവിദ്യ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. പണ്ടൊക്കെ കുലുക്കി ചാടിക്കുമായിരുന്നേ. അങ്ങനെ പള്ളിക്കുളത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഈ മാമ്പഴമൊക്കെ ഓടി നടന്ന് ഇങ്ങനെ പറക്കി തിന്നുമായിരുന്നു. ഇപ്പോൾ ആ കാലം പോയി, പിള്ളേരെല്ലാം മൊബൈൽ നോക്കി ഇരിപ്പായി, മാവേൽ മാമ്പഴം കിടപ്പായി. അയ്യോ, ഓക്കെ. ആ, അങ്ങനെ തുണി കുറഞ്ഞു പോയി. തുണി ഒന്ന് കൊടുക്കട്ടെ. മാവോട് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ മാവും ഞാനും ഒന്നാവും. അപ്പോൾ അതുകൊണ്ട് വേണ്ട, ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് തോട്ടി മുകളിലേക്ക് കയറ്റാം. ഒന്ന് മാങ്ങ എന്താണെങ്കിലും നമ്മൾ പറിച്ച് കഴിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു മാമ്പഴം പറിച്ചങ്ങ് തിന്നാം. അയ്യോ, തൊട്ടപ്പഴേ പോകുന്നല്ലോ. അയ്യോ, അല്ല സൂപ്പർ മാമ്പഴമാണേ. ആ, നല്ല മധുര. ഈ മാങ്ങയൊന്ന് പറിച്ച് തിന്നാൻ പോണേ. കൊള്ളാം. ഇനി ഇതാണ് നിങ്ങൾ കാണാതിരിക്കുന്നത്, യുദ്ധം കമ്പനി കാണാതിരിക്കുന്നേ ഉള്ളൂ പഴശ്ശിയുടെ. അപ്പോൾ തുടങ്ങാം കേട്ടോ. ആഹാ, തൊണ്ട കുടുങ്ങി ഗായ്സ്. മാമ്പഴം നീര. ഓ, ഇത് മതി, പോട്ടെ. വേണ്ടോ, നമ്മൾ നല്ല സൂപ്പർ മാങ്ങയാണ് ഈ മൂവാണ്ടൻ മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ വേനലൊക്കെ കഴിഞ്ഞ് നല്ല
ചൂടായിട്ട് ഇങ്ങനെ പഴുത്തൊക്കെ നിൽക്കുക. അപ്പോൾ വലിയ വെള്ളമില്ലേ, മഴ പെയ്യാത്തതുകൊണ്ട്. മാങ്ങ നല്ല മധുരമാണേ. നിനക്ക് കിട്ടിയോ ചേ? കിട്ടിയോ? മാമ്പഴം കിട്ടിയോ? ഇറങ്ങൂലേ? ഞാൻ പോലെ പയ്യെ ഇറങ്ങാം. സൂക്ഷിച്ചിറങ്ങിയാൽ മതി, പയ്യെ ഇറങ്ങിയാൽ മതി. വ്യായാമാവാ. മുറുകെ പിടിച്ചോണം. എന്ത് കേസാണെങ്കിലും വട്ടം മുറുകെ പിടിച്ചോണം. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ മാമ്പഴം, ഇത് മൊത്തം പറഞ്ഞിട്ട് മാമ്പഴം കേട്ടോ. ഇഷ്ടം പോലെ മാമ്പഴമുണ്ട്. ഇത് ഫുള്ള് മാമ്പഴമാണ്. ഓക്കെ, വണ്ടി ഇവിടേക്ക്. ഇന്നത്തെ മാംഗോ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം പാടിയിൽ വരുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഒരു മാമ്പഴക്കാലം ആശംസിക്കുന്നു. ഗുഡ് ബൈ.